ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല കുട്ടികളും ഓൾറെഡി കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാം, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമോ അതുപോലെ തന്നെ നമ്മുടെ SI എക്സാമോ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളായിരിക്കും. കുറച്ച് പേരെങ്കിലും CGL SSC കണ്ടക്ട് ചെയ്യുന്ന CGL എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ. അതിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അത് എക്സാം അത്ര കണ്ട് അങ്ങ് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, എക്സാമിൻ്റെ പ്രിലിമിനറിയിലോ അല്ലെങ്കിൽ മെയിൻസിലൊക്കെ വീണ് പോയ കുട്ടികളും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു സുവർണ അവസരമാണ്. നിങ്ങൾ ഒരു ബിരുദധാരിയാണെങ്കിൽ, നിങ്ങളുടെ കൈവശം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെയിൽവേയിലെ ഏറ്റവും നല്ല ഒരു എക്സാമിനേഷനാണ് NTPC എക്സാം. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന പരീക്ഷ ഒക്ടോബർ 21 മുതൽ അപ്ലിക്കേഷൻ ലൈവ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ എക്സാമിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ വെബിനാറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി അറിയാത്ത കുട്ടികളൊന്ന് നോക്കി വെക്കുക. ഒക്ടോബർ 21 ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ RRB NTPC കണ്ടക്ട് ചെയ്യുന്ന ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ലൈവ് വെബിനാർ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ടുകൾ കംപ്ലീറ്റ് നമ്മുടെ അടുത്ത് ചോദിച്ച് അതിന് ഒരു തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു സെഷനായിട്ട് ഞാൻ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കുട്ടികൾക്കും RRB NTPC അല്ലെങ്കിൽ പൊതുവിൽ റെയിൽവേ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഉള്ള കുറേ മുൻധാരണകളുണ്ട്. അതൊന്ന് മാറ്റി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ചെറിയൊരു സ്ലൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. NTPC വേഴ്സസ് കേരള PSC എന്നാണ് ഈ ഒരു സ്ലൈഡിൻ്റെ തലക്കെട്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, കേരള PSC കണ്ടക്ട് ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയോ SI പരീക്ഷയോ കമ്പനി ബോർഡ് എക്സാമോ ഇതിനേക്കാൾ മികച്ചതാണ് NTPC, അല്ലെങ്കിൽ ഇതിനേക്കാൾ കിടിലം ജോലിയാണ് NTPC എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളോ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും ഇറക്കാൻ ഞാനിവിടെ മുതിരുന്നില്ല. അതല്ല, പക്ഷേ NTPC എന്ന് പറയുന്ന പരീക്ഷ എന്തുകൊണ്ട് ഒരു ബിരുദധാരി കാണാതെ പോകരുത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യണം, എന്തുകൊണ്ട് നിങ്ങൾ ഈ അവസരം പാഴാക്കരുത്, അതാണ് പോയിന്റ്. എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ CGL എക്സാമിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കോ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് NTPC എക്സാം അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് തന്നെ ഹൈ സാലറി, കേന്ദ്ര സർക്കാർ ശമ്പളമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ പുതിയ പേ കമ്മീഷൻ വരാനിരിക്കുന്നു. ഓൾറെഡി DA അല്ല, ഡിയർനെസ് അലവൻസ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. 58% ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രൽ സ്കെയിലിൽ DA എന്ന് പറയുന്നത് വലിയൊരു ശതമാനമാണെന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയാം. അറിയാത്ത കുട്ടികളൊന്നും ഓർത്തിരിക്കുക. ബേസിക് പേയുടെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ DA കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സാലറി വരുന്നത്. 58% ഇപ്പോഴത്തെ DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ NTPC പോലൊരു പരീക്ഷ എഴുതുമ്പോൾ അതിനകത്ത് 6ഓളം പോസ്റ്റുകൾക്കാണ് ഇപ്പോൾ ഗ്രാജുവേറ്റ് എക്സാം വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഒട്ടുമിക്ക പോസ്റ്റിനും നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 60,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടുന്നതാണ്. 70,000 രൂപ വരെ ശമ്പളം കിട്ടുന്ന പോസ്റ്റുകൾ ഉണ്ട് താനും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള സർക്കാർ ജോലികളുടെ പുറകെ പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഒരു ജോബ് സെക്യൂരിറ്റി കിട്ടുന്നതിന് വേണ്ടി, സ്ഥിര വരുമാനം കിട്ടുന്നതിന് വേണ്ടി അല്ലേ. അപ്പോൾ അത് ഇവിടെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അത് ഇവിടെ കിട്ടും നിങ്ങൾക്ക്. 2, ലിമിറ്റഡ് സിലബസ് ആണ്. എന്താണ് ലിമിറ്റഡ് സിലബസ്? സിലബസ് ചെറുതാണ് എന്നുള്ളതിനേക്കാൾ ഉപരി താഴെ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പ്രാവീണ്യം വേണ്ട. മലയാളത്തിൽ നിങ്ങൾക്ക് പ്രാവീണ്യം വേണ്ട. കേരള PSCക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം അല്ലേ, വൊക്കാബുലറിയും ഗ്രാമറൊക്കെ പഠിക്കണം. മലയാളത്തിനകത്ത് നിങ്ങൾക്ക് ഈ അതുപോലെ പദശുദ്ധി, പര്യായം, സമാനപദം ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം. അതൊന്നും ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. 2, കേരള ചരിത്രം പഠിക്കേണ്ട, കേരള ജോഗ്രഫി പഠിക്കേണ്ട, കേരള എക്കണോമിക്സ് പഠിക്കേണ്ട, കേരളത്തിൻ്റെ സ്കീമുകൾ പഠിക്കേണ്ട, കേരളത്തിൻ്റെ ഗവർണൻസ് പഠിക്കേണ്ട, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങളിവിടെ പഠിക്കേണ്ട കാര്യമില്ല. 3, സ്പെഷ്യൽ ടോപ്പിക്കുകളില്ല. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഡിഗ്രി ലെവലിൽ കേരള PSCയിൽ ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ SI ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ SIയുടെ പ്രിലിമിനറി ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? അതിനകത്തൊരു മെയിൻസ് വരും. ആ മെയിൻസിനകത്ത് നിങ്ങൾക്ക് 50 മാർക്കിന് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. BNS പോലുള്ള സംഭവങ്ങൾ പഠിക്കണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഇത്തവണ 2 പേപ്പറായിട്ടാണ് കണ്ടക്ട് ചെയ്തത്. അതിൽ 100 മാർക്കിന് ഒരു പേപ്പർ സ്പെഷ്യൽ ടോപ്പിക് ആയിരുന്നു അല്ലേ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക് വരും. അങ്ങനെ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ പരീക്ഷകൾക്കും എന്തുണ്ട്? സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. എന്നാൽ RRB NTPCക്ക് അത്തരത്തിലുള്ള ഒരു പരിപാടിയില്ല. ഒറ്റ സിലബസേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ട്, റീസണിങ് പഠിക്കാനുണ്ട്, GK പഠിക്കാനുണ്ട്. ഇത് തന്നെയാണ് പ്രിലിമിനറിയുടെ സിലബസ്, ഇത് തന്നെയാണ് മെയിൻസിന്റെ സിലബസ്. പ്രിലിമിനറിക്ക് എന്ത് തന്നെ പഠിക്കുന്നു അത് തന്നെ നിങ്ങൾ മെയിൻസിനും പഠിച്ചാൽ മതി. കൂടുതൽ നന്നായിട്ട് പഠിച്ചാൽ അത്രയും നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാം. നന്നായിട്ട് പഠിച്ചാൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയും കൂടിയാണ്. ഓക്കെ, ഇനി താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പല കുട്ടികളും, നമ്മളിപ്പം നമ്മുടെ തന്നെ കുട്ടികൾ പലരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് വായിച്ചെത്താൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്.
അപ്പോൾ RRBക്ക് അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. നിങ്ങൾ തുടക്കം തൊട്ടേ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. താരതമ്യേന എളുപ്പമാണെന്നാണ് ഞാൻ പറയുന്നത്. CGL പോലുള്ള പരീക്ഷയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷയോ വെച്ച് നോക്കുമ്പോൾ സിലബസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെയും വിഷയങ്ങൾ കുറവായതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് താരതമ്യേന എളുപ്പമുള്ള ഒരു ഭാഗമാണ് NTPC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എല്ലാ വർഷവും പരീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷവും NTPC എക്സാം കണ്ടക്ട് ചെയ്തു. ഈ വർഷവും NTPC എക്സാം കണ്ടക്ട് ചെയ്യും. അടുത്ത വർഷവും NTPC പരീക്ഷ കണ്ടക്ട് ചെയ്യും. എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഒരു ബിരുദധാരിക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്തുകൂടെ? എന്തിനാണ് ഈ അവസരം പാഴാക്കുന്നത്? ഇത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കേരള PSCയേക്കാൾ മികച്ചതാണ് NTPC എന്നുള്ള ഒരു പ്രസ്താവനയല്ല ഞാൻ ഇറക്കുന്നത്. നേരെ മറിച്ച് NTPC എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രിക്കാർക്ക് ഒരു സുവർണ അവസരമാണ്. അപ്പോൾ ആ എക്സാമിന് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരു എക്സാമിന് നിങ്ങൾ സമീപിക്കുമ്പോൾ അത് ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, ആ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ തയ്യാറെടുപ്പ് ആരംഭിക്കുകയാണ്, അല്ലേ? അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കേരള PSC അപ്ലൈ ചെയ്യുന്ന പോലെയല്ല. കേരള PSCയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്ത് നോക്കുന്നു. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ആ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവുന്നു. അപ്ലൈ നൗ കൊടുക്കുന്നു. പ്രിവ്യൂ നോക്കുന്നു. എലിജിബിൾ ആണോ റിസർവേഷൻ നോക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്ന് കൊടുക്കുക, ആണെന്നുണ്ടെങ്കിൽ ആണെന്ന് കൊടുക്കുക. പ്രിവ്യൂവിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ ഓക്കെയാണ്. ഇവിടെ അങ്ങനെയല്ല. NTPC എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് നൂലാമാലകളുണ്ട്. കാരണം 6 പോസ്റ്റുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 പോസ്റ്റുകളിലേക്ക് 5800 വേക്കൻസി എന്ന് പറയുമ്പോൾ അതിന് 21 RRBകളിലേക്കായിട്ട് ഈ വേക്കൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ഒരു RRBയിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ RRB എങ്ങനെ സെലക്ട് ചെയ്യണം? ഇനി ആ RRB സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ആ RRBയിൽ ഈ 6 പോസ്റ്റുകൾക്ക് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കണം. ഈ ഓരോ പോസ്റ്റിനും അതിൻ്റെ ജോലിയുടെ സ്വഭാവം, അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് തുടങ്ങിയ ഒട്ടനവധി ഫാക്ടേഴ്സ് നോക്കിക്കൊണ്ട് വേണം ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് NTPC പോലുള്ള ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വെബിനാർ, നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള വെബിനാർ ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ കൂടി, പിന്നെ പല കുട്ടികളും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, അതായത് പാൻ ഇന്ത്യ, ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന പരീക്ഷയല്ലേ, അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലല്ലേ, ഒഴിവ് ഇത്ര ഉണ്ടെങ്കിലും അത് 21 RRBകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഒഴിവുകൾ കുറയില്ലേ സാറേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഏറ്റവും നല്ല, നിങ്ങൾക്ക് തന്നെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കഴിഞ്ഞ വർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രിലിമിനറി എക്സാം അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റുമോ? ഒരു നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്രോക്സിമേറ്റ്ലി 4,58,000 ആളുകളാണ് പ്രിലിമിനറി എക്സാം കഴിഞ്ഞ വർഷം എക്സാമിന് അപ്ലൈ ചെയ്തത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അപ്ലൈ ചെയ്തത്. ഓക്കെ, അതിനകത്ത് നിന്ന് പ്രിലിമിനറി സ്റ്റേജ് കഴിഞ്ഞ് മെയിൻസ് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ആയത് ഏകദേശം 40,000-ൽ പരം ആളുകളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 42,000-ഓ 46,000-ഓ ആണ്, എക്സാക്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. 40,000-ൽ പരം ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രിലിമിനറി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ആളുകളാണ് എന്ത് എഴുതാനായിട്ട് പോയത്? മെയിൻസ് എഴുതാനായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പോയത്. ഓക്കെ, ഇനി തിരുവനന്തപുരം RRBയിൽ കഴിഞ്ഞ വർഷം NTPCയിൽ, തിരുവനന്തപുരം ഞാൻ എടുത്തു പറയാൻ കാരണം തിരുവനന്തപുരത്തിൻ്റെയാണ് അപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം NTPC എക്സാം അപ്ലൈ ചെയ്തത് എത്രയാണെന്ന് അറിയാവോ? 1,10,10,000-ൽ പരം അപ്ലിക്കേഷൻസ് ആണ് വന്നത്. സെക്രട്ടറി അസിസ്റ്റന്റിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. 1,10,10,000-ൽ പരം അപ്ലിക്കേഷൻസ് മാത്രമാണ് തിരുവനന്തപുരം RRBയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ചെന്നൈ RRB എന്ന് പറയുന്നത് തിരുവനന്തപുരം RRBനേക്കാൾ അപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചെന്നൈ RRBനെ ഇതിന്റെ 10 മടങ്ങ് ആളുകൾ അപ്ലൈ ചെയ്യുന്നതിന് കൂട്ടുക. അതായത് 10 ലക്ഷം ആളുകൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. 500 ഒഴിവുകളോളം കഴിഞ്ഞ വർഷം NTPCക്ക് ഉണ്ടായിരുന്നു. 10 ലക്ഷം ആളുകളാണ് അപ്ലൈ ചെയ്തത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് 5 ലക്ഷത്തോളം ആളുകൾ, നിങ്ങൾ നേരത്തെ കണ്ട നമ്പർ, ഞാൻ പറഞ്ഞ നമ്പർ നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. 5 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്തതാണോ? എത്ര ഒഴിവുകളിലേക്കായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക? അതിൻ്റെ ലിസ്റ്റിന്റെ കാലാവധി എത്രയായിരിക്കും? അത് കഴിഞ്ഞ് ജോലിയിൽ എത്താനുള്ള സമയം എത്രയായിരിക്കും? NTPCക്ക് അങ്ങനെയാണോ? അല്ല. ഇനി ഇത്രയും ആളുകളെ എടുത്തു, മെയിൻസിന് എത്ര പേരാണ് എഴുതിയത്? 40,000 പരം ആളുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസ് എഴുതിയത്. നമ്മുടെ RRB ചെന്നൈയിൽ അപ്ലൈ ചെയ്തപ്പോൾ NTPC CBT 1 ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6,000 ആണ്. അപ്പോൾ ടയർ 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 6,000-ൽ നിന്നും നിങ്ങൾക്ക് ഏതിലേക്ക് എത്തിയാൽ മതി? ഞാൻ നേരത്തെ പറഞ്ഞ 500-ലേക്ക് എത്തിയാൽ മതി. സാധ്യതകൾ ഉണ്ട്. അപ്പോൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ, ഏത് തട്ടിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴും RRB NTPC പരീക്ഷ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു പരീക്ഷയല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് ഒരു ജോലിയാണ് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ, ഇത്രയും നല്ല സാലറി ഉള്ള, ഇത്രയും നല്ല അവസരങ്ങളുള്ള, കുറച്ച് പഠിച്ചാൽ, സിലബസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പഠിച്ചാൽ മതി, ഒരേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് മെയിൻസിനും പ്രിലിംസിനും പഠിക്കാനുള്ളത്. അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങളെ അറിയിക്കുക. അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി NTPC പരീക്ഷയിൽ നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ, നമ്മുടെ ലോങ് ടേം ബാച്ച്
ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ GK, നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ GK എടുത്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് GK മാസ്റ്റർ ബാച്ചിൻ്റെ കോഴ്സും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതും ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൂഗിൾ ഫോം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും, ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. അത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ 7 മണിക്ക് കാണാം. എല്ലാവരും പറയുന്ന വെബിനാറിനകത്ത് പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്ത് ഈ വർഷം തന്നെ RRB NTPC ക്ലിയർ ചെയ്ത് കേന്ദ്ര സർക്കാർ സർവീസിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. വൈകുന്നേരം കാണാം. ഓൾ ദ ബെസ്റ്റ്.